വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും മലിനമാക്കുന്ന PM-ശ്രീ പദ്ധതി കേരളത്തിൽ നിന്ന് പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യത്തിനും ഇന്ത്യയിലാകെയും നമ്മുടെ സംസ്ഥാനത്തിനും അത്രമേൽ നാശം വഹിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മതേതര മൂല്യങ്ങളെ ആകെ തകർത്തെറിയുന്ന അങ്ങേയറ്റം നിഗൂഢമായ RSS പാഠ്യപദ്ധതികൾ നിറഞ്ഞ ഒന്നാണ് PM-ശ്രീ എന്ന് 100% ഉറപ്പിന്റെ മേലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് AIYF-ഉം AISF-ഉം ആദ്യമേ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് അതിനകത്തൊരു ആശങ്ക ഉണ്ടായപ്പോൾ പോലും വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നിലപാടെടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എടുക്കും അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന് 1 ലക്ഷത്തിന് താഴെ രൂപ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ സ്കൂളിന്റെ പൂർണ്ണ ചുമതലയിലേക്ക് സംഘപരിവാർ അജണ്ടകൾ കടന്നു വരും. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതേതര മൂല്യങ്ങളെ ആകെ അട്ടിമറിക്കപ്പെടും. 1266 സ്കൂളുകളാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായി നിലനിൽക്കുന്നത്. അതിനകത്ത് ഞങ്ങളാരും ആ പദ്ധതി എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന വർഗത്തെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെ ഞങ്ങൾ എതിർക്കുന്നത് ദോഷകരമായ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ പദ്ധതിക്ക് ഒരു തുടക്കമെന്ന നിലയിൽ ആരംഭം കുറിച്ചത്. അന്ന് ഇടതുപക്ഷത്തെ ശക്തമായി പ്രതിഷേധിച്ച CPI CPIയുടെ എതിർപ്പ് മൂലം ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും ഇതിന് പുറകോട്ട് പോയി. നമ്മൾ ആ പദ്ധതി പുറകോട്ട് പോയതിന്റെ ഭാഗമായി ആ പദ്ധതിയുടെ ഒരു കാശ് പോലും ഇടതുപക്ഷ ഗവൺമെന്റ് വാങ്ങാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തു നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് CPI സംസ്ഥാന വ്യാപകമായി ഇന്ന് 140 നിയോജകമണ്ഡലങ്ങളിലും ഒരു പ്രതിഷേധ പരിപാടി നിലയ്ക്ക് ഒരു താക്കീത് നിലയ്ക്ക് ഒരു സൂചനാ സമരം നടത്തുന്നത്. ഈ PM-ശ്രീ വിഷയത്തിനെതിരായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ താലൂക്ക് ഓഫീസ് AE ഓഫീസ് ടിക്കറ്റിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കൾക്കും